സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം. യേശുവിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. ആ നിത്യജീവൻ പ്രാപിച്ചവൻ, ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഭൂമിയിൽ അവസാനിക്കുന്നില്ല. മരിച്ചാലും അവൻ ജീവിക്കും, അവൻ സ്വർഗത്തിൽ ജീവിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി യേശു എന്ന വാതിലിലൂടെ കടന്ന്, യേശുവാകുന്ന വഴിയിലൂടെ നടന്ന്, ഒടുവിൽ യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലെത്തുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ യേശുവിനായി വിളിക്കപ്പെട്ടവരാണ്, തേജസ്സിനായി വിളിക്കപ്പെട്ടവരാണ്, സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇതെല്ലാം തുടങ്ങുന്നത് എവിടുന്നാ? വെൻ യു റിസീവ് ജീസസ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നതിന് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് സത്യം പറയുക. നിങ്ങൾക്കാകെ ഒരു വഴിയേ ഉള്ളൂ. നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വഴിയേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. ആ യേശുവിനായി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ, അവനായി വിളിക്കപ്പെട്ടവർ. എന്നാൽ യേശുവിനായി വിളിക്കപ്പെട്ടവർ ആത്യന്തികമായി ചെന്നെത്തുന്നത് അവൻ ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലാണ്. സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സിലൂടെയാണ്. യേശുവിനായി വിളിക്കപ്പെട്ട് യേശു ആകുന്ന വാതിലിലൂടെ കടന്ന്, യേശുവാകുന്ന വഴിയിലൂടെ നടന്ന്, ഒടുവിൽ യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഈ സ്വർഗത്തിനായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും, സ്വർഗത്തിനായി യേശു നമ്മളെ വിളിച്ചത് എങ്ങനെയാണ്? യേശു സ്വർഗത്തിലിരുന്നിട്ട് ഭൂമിയിലെ മനുഷ്യരെയൊക്കെ കണ്ടിട്ട്, അതെ നിങ്ങളെയൊക്കെ ഞാൻ സ്വർഗത്തിലേക്ക് വിളിക്കുക കേട്ടോ, എല്ലാവരും കയറി വാ എന്ന് പറയുമായിരുന്നോ? അല്ല. നമ്മളെ വിളിക്കാനായിട്ട് ഈ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. സ്വർഗത്തിലിരുന്ന് ദൈവം നമ്മളെയൊക്കെ, എല്ലാവരും കയറി വന്നാട്ടെ, എല്ലാവരും കയറി വാ, സ്വർഗത്തിൻ്റെ വാതിലൂടെ തുറന്നിട്ടിരിക്കുക, കയറി വാ എല്ലാവരും എന്ന് പറഞ്ഞെന്ന് വെച്ചോ? അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? കയറി വാന്ന് പറഞ്ഞാൽ ഉടനെ കയറി ചെല്ലത്തക്ക രീതിയിലുള്ള വല്ല കപ്പാസിറ്റി ഉള്ളവരാണോ നമ്മൾ? നമ്മളൊക്കെ വെറും മനുഷ്യരാണ്. സ്വർഗം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത മണ്ണിലിഴയുന്ന പുഴുക്കളാണ് നമ്മൾ. കയറി വാ എന്ന ഒറ്റ വാക്കുകൊണ്ടൊന്നും നമുക്കാർക്കും സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന ഒരുത്തിനോട് നീ ഇങ്ങ് കയറി വാന്ന് പറഞ്ഞാൽ അവന് കയറി വരാൻ പറ്റുമോ? ഇതൊന്നും വേണ്ട. ചെറിയ ഉദാഹരണങ്ങളൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ട് ഒരു കിണറ്റിലെ വെള്ളത്തിൽ ഒരുത്തൻ വീണെന്ന് വെച്ചു. അവൻ കിണറ്റിലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുക, എന്തിനാണ് അവിടെ കിടന്ന് മുങ്ങിയും പൊങ്ങിയും ഒക്കെ ചെയ്യുന്നത്? കയറി വാടാ മക്കളെ എന്ന് കരയ്ക്ക് നിന്ന് ഒരുത്തൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവന് കയറി വരാൻ പറ്റുമോ? അവൻ കയറി വരണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിച്ചെന്ന് അവനെ കയറ്റിക്കൊണ്ട് വരണം. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണത്തിൽ നിന്ന് ദൈവശാസ്ത്രമൊന്നും ഉണ്ടാക്കരുത്. പക്ഷേ ഉദാഹരണം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അവൻ എങ്ങനെങ്കിലും നീന്തി കയറാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലാത്തവനാണ്. പക്ഷേ മനുഷ്യൻ സ്വർഗം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നിലയിൽ ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കുഴഞ്ഞു കിടന്നിരുന്ന നമ്മളെ യേശു സ്വർഗത്തിലിരുന്നു കൊണ്ട് കയറി വാ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ അത് ദൈവത്തിനും അറിയാം. മനുഷ്യൻ ഒരു കാരണവശാലും അവൻ്റെ സ്വന്തം ശക്തി കൊണ്ട് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മനുഷ്യന് സ്വർഗത്തിലേക്ക് കയറി ചെല്ലുവാൻ സ്വയമായി കഴിയുകയില്ല എന്നറിയാമായിരുന്നത് കൊണ്ട് യേശു എന്തു ചെയ്തു? ഭൂമിയിലുള്ള വെറും മനുഷ്യരായ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലിരുന്ന യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു.
യു സി, സ്വർഗത്തിലിരുന്ന സ്വർഗീയനായ യേശു എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? മനുഷ്യരായ നമ്മെ സ്വർഗീയരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. എന്നാലേ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നീട് പഠിക്കാം അതിനെക്കുറിച്ച്. അങ്ങനെ കൊണ്ടുപോകുവാൻ, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലിരുന്ന ദൈവമായ യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഈ പ്രോസസ്സിനെയാണ് ശരിക്കും ഇൻകാർണേഷൻ എന്ന് പറയുന്ന, ജഡാവതരണം എന്ന് നമ്മൾ വിളിക്കുന്നതായ ആ ഒരു പ്രോസസ്സ്. എന്നാൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലിരുന്ന യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അപ്പോൾ സ്വർഗത്തിലിരുന്ന യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കണ്ടു. ഭൂമിയിലിരിക്കുന്ന മനുഷ്യരായ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ദൈവമായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യം, എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. അപ്പോൾ സ്വർഗത്തിലിരുന്ന യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. നമ്മളൊരാളെ അയക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആ വ്യക്തിയെ ഭരമേൽപ്പിച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത്. യേശു ഭൂമിയിലേക്ക് വെറുതെ ഒന്ന്, എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുകയല്ലേ, സ്വർഗത്തിൽ ഒത്തിരി നാളായിട്ടൊക്കെ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഭൂമിയിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വെച്ച് ടൂറിസ്റ്റായിട്ട് വന്നതല്ല യേശു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സ്വർഗത്തിൽ നിന്ന് ബോറടിച്ചപ്പം ഭൂമിയൊക്കെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് വെച്ച് ടൂറിസ്റ്റായിട്ട് വന്നയാളല്ല യേശു. യേശു വന്നത് ഒരു ദൗത്യവുമായിട്ടാണ്, ഒരു മിഷനുമായിട്ടാണ്. ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. He came here with a mission. ഒരു ദൗത്യം നിർവഹിക്കാൻ. അതിന് ഈ മിഷന് വേണ്ടി വന്നു. എന്നാൽ അവനെ കമ്മീഷൻ ചെയ്ത പിതാവുണ്ട്. അപ്പൊ കമ്മീഷനിങ് ഉണ്ട്, മിഷനുണ്ട്. അയച്ചു, അവിടുന്ന് വന്നു, ഒരു ദൗത്യം നിർവഹിക്കുവാനായിട്ട് വന്നു. പക്ഷെ ആ ദൗത്യം ഭരമേൽപ്പിച്ച ഒരു പിതാവുണ്ട്. So there is a commission, there is a mission. ആ ദൗത്യം ഭൂമിയിൽ നിർവഹിച്ചതിന് ശേഷമാണ് ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു എന്ന് കർത്താവ് പറയുന്നത്. 28-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. എന്തുകൊണ്ടാ? എന്നെ അയച്ച ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. മിഷൻ അക്കംപ്ലീഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നാച്ചുറലി ജീസസ് ക്യാൻ ഗോ ബാക്ക്. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൗത്യം നിർവഹിച്ചിട്ട് യേശു ഇപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. പിതാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വീണ്ടും മിഷനുണ്ട്. പക്ഷെ ഭൂമിയിൽ വന്ന് ചെയ്യേണ്ടതായ മിഷനാണ് പൂരിപ്പിച്ചത്. കാര്യം ഇപ്പോഴും കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. അപ്പം മിഷൻ അവസാനിച്ചിട്ടില്ല. പക്ഷേ ഇൻകാർണേഷൻ്റെ മിഷൻ അവസാനിച്ചു. ജഡാവതരണം ചെയ്തത് എന്തിനു വേണ്ടിയാണോ അത് നിർവഹിച്ചു കഴിഞ്ഞപ്പോഴാണ് പിതാവിൻ്റെ അടുത്തേക്ക് യേശു മടങ്ങിപ്പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം. ഈ ജഡാവതരണം ചെയ്തപ്പോൾ എന്തായിരുന്നു യേശുവിൻ്റെ ദൗത്യം? ഇപ്പോൾ ഭൂമിയിലേക്ക് കർത്താവ് വന്നല്ലോ. വന്നത് ഞാൻ പറഞ്ഞു, ദൈവമായിരുന്ന യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. ആത്യന്തികമായി എന്തിനാണ്? മനുഷ്യരായ നമ്മെ ദൈവികരാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പോൾ ഭൂമിയിൽ വന്ന യേശു ചെയ്ത ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ചോസൻ, അവൻ നമ്മളെ തെരഞ്ഞെടുത്തു ലോകത്തിൽ നിന്ന്. തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുത്തിട്ട് നമ്മളെ വെറുതെ ഓക്കെ നിങ്ങളൊക്കെ വാ, ആരൊക്കെയാ മാറ്, ചാക്കോ ഇങ്ങോട്ട് മാറി നിൽക്കുക, തോമസ് മാറ്, അങ്ങനൊന്നും പറഞ്ഞ് തെരഞ്ഞെടുത്തെന്നുള്ള അർത്ഥമല്ല ഇവിടെ പറയുന്നത്. തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ, ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ ലോകവുമായി ഉള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ വിച്ഛേദിച്ചു. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു സെപ്പറേഷനും കൂടെ ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു, അത് കൃപ, അതുകൊണ്ട് ഇനി ഞാനങ്ങ് മോളില്ല. തെരഞ്ഞെടുത്തവനെ എവിടുന്നാണ് തെരഞ്ഞെടുത്തത്? ലോകത്തിൽ നിന്ന്. തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതെന്ത് ചെയ്താലും കുഴപ്പമില്ല ബ്രദറെ, കൃപയാ എന്നാണോ? അല്ല. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ ലോകത്തിൻ്റെ സ്വന്തമല്ല. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട്. നിങ്ങൾ ലോകക്കാരായിരുന്നു, നമ്മളെല്ലാം ലോകക്കാരായിരുന്നു, ലോകത്തിൻ്റെ സ്വന്തമായിരുന്നു. എന്നാൽ യേശു എന്ത് ചെയ്തു? എന്നെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞു, ഇനി നീ ലോകക്കാരനല്ല. അപ്പോൾ വി ആർ ചോസൻ ആൻഡ് സെപ്പറേറ്റഡ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാതെ പലപ്പോഴും നമ്മളെ പല ടീച്ചേഴ്സിൻ്റെ പ്രശ്നം എന്നറിയാമോ? ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ അവർ പറയത്തുള്ളൂ, അല്ലേ? കൃപക്കാരെല്ലാം പറയുന്ന അതാണ്. കൃപയല്ലേ ബ്രദറെ, കൃപ, നമ്മളെ തിരഞ്ഞെടുത്തു, ഇനി ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? തിരഞ്ഞെടുത്തവന് മടങ്ങിപ്പോക്കില്ല. മടങ്ങിപ്പോക്കെന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ ലോകക്കാരനായിട്ടല്ല അയക്കുന്നത്. ലോകക്കാരനായ ഒരുവനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവൻ ലോകക്കാരനല്ല. കാര്യം എന്താ? കാര്യം ലോകക്കാരന് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നമ്മളെ ആത്യന്തികമായി എങ്ങോട്ട് കൊണ്ടുപോകാനാ? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തെരഞ്ഞെടുത്താൽ മാത്രം പോരാ, നമ്മളെ ലോകക്കാരനല്ലാതെയാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഈ കാലയളവിൽ ഏറ്റവും അടിസ്ഥാനപരമായി സഭയിൽ പഠിപ്പിക്കേണ്ട ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം. വേർപാട് സഭകളുടെ ഉപദേശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. വേർപാടിൻ്റെ ഉപദേശം. എവിടെ നിന്നുള്ള വേർപാട്? ലോകത്തിൽ നിന്നുള്ള വേർപാട്. If you are separated from the world, only then. If you are chosen from the world, you are separated from the world. ലോകത്തിൽ നിന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തു. ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത നിങ്ങളെ ലോകത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. So the doctrine of separation is very important. ഈ കാലയളവിൽ എത്രയും ശക്തമായി പഠിപ്പിക്കേണ്ടതായ ഉപദേശമാണ് വേർപാടിൻ്റെ ഉപദേശം. അത് പഠിപ്പിക്കാതെ നമുക്ക് ഒരു കാരണവശാലും, കാരണം സ്വർഗത്തിൽ പോകാൻ അത് അത്യാവശ്യമാണ്. ലോകക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെങ്കിലും ഒരു മീറ്റിങ്ങിൽ വെച്ച് കൈപൊക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിന്നേഴ്സ് പ്രയർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചോദ്യം ഇതാണ്, നിങ്ങൾ ഇപ്പോൾ ലോകക്കാരനാണോ? ലോകത്തിലാണോ എന്നല്ല, വി ആർ ഇൻ ദ വേൾഡ്. പക്ഷേ നമ്മൾ ലോകക്കാരനല്ല. ലോകക്കാരനായി കഴിഞ്ഞാൽ, അതായത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിലൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. വേർപാടിൻ്റെ ഉപദേശം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ ആദിമസഭ, അതായത് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് വന്ന, സ്നാനപ്പെടാൻ ഒരുങ്ങി വന്ന ജനങ്ങളോട് ഫസ്റ്റ് ഡേ
അന്ന് ആദ്യം തന്നെ പൗലോസ് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അവർ സ്നാനമേൽക്കുന്നത്. സ്നാനപ്പെടുന്നവനോട് പറയുകയാണ്, ഇതിന് തയ്യാറുണ്ടെങ്കിൽ സ്നാനപ്പെട്ടാൽ മതിയെന്ന്. അല്ലാതെ യേശു കർത്താവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കണം. പക്ഷെ അത് വിശ്വസിച്ചത് കൊണ്ട് മാത്രം എന്നാ ബാ മുങ്ങാം എന്ന് പറയുകയല്ല. ഇന്നിപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മാക്സിമം ചോദ്യം. ഒരാൾ സ്നാനപ്പെടാൻ വന്ന് നിന്നാലും നമ്മൾ ആകെ ചോദിക്കുന്ന ചോദ്യം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഭൂമിയിൽ വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും നീ വിശ്വസിക്കുന്നുവോ? അങ്ങനെ 2-3 ചോദ്യങ്ങൾ ചോദിച്ച്, എന്നാൽ ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനം കഴിപ്പിക്കുന്നു. ഇതെല്ലാം വേണം, വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പത്രോസിൻ്റെ അടുക്കൽ ഞങ്ങൾ എന്തോ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് കരഞ്ഞോണ്ട് വന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട എന്നല്ല. ഇപ്പോഴത്തെ പ്രസംഗമൊക്കെ അതാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരാൾ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട എന്നല്ല. നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ. അടുത്തെന്താണെന്നറിയാമോ? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഏത് വാക്ക് കൈക്കൊണ്ടവർ? ഈ വാക്ക് കൈക്കൊണ്ടവർ എല്ലാം, അതായത് യേശുവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളെല്ലാം അവർ സ്വീകരിച്ചു. യേശു ആണ് അവരുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചതെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരൊരു തീരുമാനമെടുത്തു, ഇനി ഞങ്ങൾ ലോകത്തിലേക്ക് പോകയില്ല, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയോട് ഞങ്ങൾ വേർപെട്ടവരായിരിക്കും എന്ന് തീരുമാനമെടുത്തവരാണ് ബാപ്റ്റിസം എടുത്തത്. അപ്പോൾ ബാപ്റ്റിസം എടുക്കുന്നതിന് മുമ്പ് വേർപാടിനുള്ള തീരുമാനം എടുക്കണം. നാളെയും ഇന്നലത്തെ പോലെ ജീവിക്കാനാണ് മോഹമെങ്കിൽ ദയവ് ചെയ്ത് ബാപ്റ്റിസം എടുക്കരുത്. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യശരീരം മാനവ
നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം